ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസ മുഖിയ യോഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോടപേക്ഷിക്കുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. വിശുദ്ധന്മാരെന്നിവർക്കും പ്രാർത്ഥനയാ സ്വർഗപിതാവിന്നേകസുത വചനമതാം രാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജവതാ പ്രതിരഹിത കാരുണ്യത്താർദ്യം വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാരാഗതനായി വിമലശുചിയം നീവയുള്ള മഹിമാവിയേയും ദൈവജനത്തെ കന്യകയാം മറിയാമേയും േദാവതന്നെ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോരാമശിഹ നിജമൃതിയാവിവർത്തൻ മൃതിയെ മെതിച്ചു നിഹനിച്ചോനെ അപ്പരിവാരതേക സവിതാവോടൊപ്പം ജീവനിലും ഋക്കുദിശ സഹിതം വന്നിതനി പരികീർത്തിതനി കൃപ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ
പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കുറിയലായിസോ 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 ഭൂമിയിലെ ശേഷം ദൈവത്താൽ പ്രേരിതരായ സ്നേഹന്മാർക്കോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻഗേയോ കൈക്കൊള്ളുവോർക്കൊക്കെയും ഭാഗ്യമിതെന്നറിയിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധനായ പത്രോസ്ലിയ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ആബിബായി ബാർക്കുമോ. സ്നേഹന്മാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. 1 പത്രോസ് 3-ാം അധ്യായം 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലവും വിനയബുദ്ധിയുമുള്ളവരുമായിരിപ്പീൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തൻ്റെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ മുഖം ദുഷ്പ്രവൃത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവനാര്? നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണത്തിങ്ങൾ ഭയപ്പെടുകയും കലങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശദീകരിപ്പീൻ. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പീൻ. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദൂഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനഃസാക്ഷിയുള്ളവരായിരിപ്പീൻ. ആമീൻ. ഹബീബായ്. മഹായി ബാർക്കുമോ. നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. റോമർ 12-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളോട് ഓരോരുത്തരും പറയുന്നു. ഒരു ശരീരത്തിൽ നമുക്ക് പല അവയവങ്ങളുണ്ടല്ലോ, എല്ലാ അവയവങ്ങളും പ്രവൃത്തി ഒന്നല്ല താനും.
അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിൽ വിശ്വാസത്തിന് ഒത്തവണ്ണം, ശുശ്രൂഷയെങ്കിൽ ഉപദേശത്തിൽ, പ്രബോധിപ്പിക്കുന്നവരെങ്കിൽ പ്രബോധനത്തിൽ, ദാനം ചെയ്യുന്നവൻ ഏകാഗ്രതയോടെ, ഭരിക്കുന്നവർ ഉത്സാഹത്തോടെ, കരുണ ചെയ്യുന്നവൻ പ്രസന്നതയോടെ ആകട്ടെ. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുവീൻ. സഹോദരപ്രീതിയിൽ തമ്മിൽ സ്ഥായി കൊണ്ട് ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളുവീൻ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായ കർത്താവിനെ സേവിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യുവീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യുവീൻ. ആമീൻ. ആഹായ് ബാരിക്കുമോ. വണക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ വാക്യവാക്യപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങൾ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെ ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ ലൂക്കോസ് എവങ്കേലിയോസ് എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്നും നമ്മുടെ രക്ഷയ്ക്കായി തന്റെ വിശുദ്ധ തന്നെ പറയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര കാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം യേശു തമ്പുരാൻ ശാബത്തിൽ സംഘാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 18 വത്സരമായി രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു തമ്പുരാൻ അവളെ കണ്ടിട്ട് വിളിച്ച്, സ്ത്രീയെ, നീ നിന്റെ രോഗത്തിൽ നിന്ന് വിമുക്തയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ തന്റെ കൈവച്ചു. ഉടനെ അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. എന്നാൽ യേശു തമ്പുരാൻ ശാബത്തിൽ സൗഖ്യമാക്കിയത് കണ്ട് സംഘാലയ പ്രമാണി കോപിച്ച് പുരുഷാരത്തോട് ഇങ്ങനെ പറഞ്ഞു, വേല ചെയ്യുന്നതിന് 6 ദിവസമുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് സൗഖ്യം പ്രാപിപ്പീൻ, ശാബത്തിൽ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശു തമ്പുരാൻ അവരോട് പ്രകാരം പറഞ്ഞു,
കപടഭക്തനെ നിങ്ങൾ ഒരുത്തനും ശാപത്തിൽ തന്റെ കാളയോ കഴുതയോ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കൊടുക്കുന്നില്ലയോ? അബ്രഹാമിന്റെ സന്തതിയും ആകൽക്കറുസായാൽ 18 വത്സരമായി ബന്ധിതയായിരുന്നവളുമായവളെ ശാബത ദിവസം ഈ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുന്നത് ന്യായമല്ലയോ എന്ന് ചോദിച്ചു. അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ വിരോധികളെല്ലാം ലജ്ജിച്ചു. ജനമെല്ലാം അവൻ മൂലം നടന്നുകൊണ്ടിരുന്ന സകല അത്ഭുതങ്ങളെ കുറിച്ചും സന്തോഷിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ആദാമവശത പൂണ്ടപ്പോൾ രക്ഷിപ്പാനായി ലേവ്യപുരോഹിത നിബിയന്മാർ ആരും ചെന്നില്ല. ദേവിയർനാഥം വന്നെഴുന്നേൽപ്പിച്ചു. മുറിവുകൾ കെട്ടി തിരുമേരക്തങ്ങൾ ദാനം ചെയ്തിട്ടവനെ തൻ താതനർപ്പിച്ചു. കൃപയാൽ എന്നെ പാലിച്ച കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഏവം ഘോഷിച്ച സ്തോമൻ ഗാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോടും അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പൂഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതയും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചു ഉണ്മയിലേക്ക് വരുത്തി ഉന്നതനും ഉത്കൃഷ്ടനും തന്റെ വിലയേറിയ രക്തത്താൽ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിച്ച് പുത്രപദവി ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത പ്രധാനാചാര്യനായ കർത്താവിന് സ്തുതിയും. നിനക്ക് ദൈവികമായ ഈ സ്തോത്രബലി അർപ്പിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബഹുലഹുന്യമോ സ്വതഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന് മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ബഹുമാനപ്പെട്ട ഈ ആചാരങ്ങളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേയും സ്നേഹപൂർവമായി നിന്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെ പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനീ ദൈവമേ, ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർക്കണമേ. എന്റെ കർത്താവേ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും
മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളെ നീ ഓർക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാകുന്ന പനിമഞ്ഞ് തളിക്കണമേ. കർത്താവും മൗദ്ദത്തിന്റെ നാഥനുമായ മിശിഹ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമായ കർത്താവേ, സകല കഠിന ശിക്ഷകളെയും ദയാപൂർവ്വം ഞങ്ങൾ നീക്കി വായിക്കണമേ. കർത്താവേ, കോപമുടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം എടുത്ത് മാറ്റിക്കളയണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നൽകണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും അർഹരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗന്മീ. തന്റെ ആട്ടിൻകൂട്ടത്തിനു വേണ്ടി ബലിയായി തീർന്ന ഉത്തമ ഇടയനായുള്ളവേ, നിനക്ക് സ്തുതി. ഭൂമിയിലെ നിന്യഭൂഴിയായ എന്നെ നിന്റെ ദൈവിക രഹസ്യങ്ങളുടെ തിരുനിവാസ സ്ഥാനത്ത് പ്രവേശിക്കുവാൻ കരുണയോട് നീ അർഹനാക്കി തീർക്കുകയും നിന്റെ ശ്രേഷ്ഠതയുടെ മഹാവിശുദ്ധ സ്ഥലമാവുന്ന മഹോന്നതങ്ങളിലേക്ക് എന്നെ ഉയർത്തുകയും നിന്നെ സ്തുതിക്കുന്നവരായ ക്രോബേന്മാരുടെയും നിനക്ക് ഗാദീഷ് പാടുന്നവരായ ശ്രോപ്പന്മാരുടെയും ഗണത്തിൽ എന്നെ ചേർക്കുകയും ചെയ്തതിനാൽ ദൈവമേ, നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇതാ അഗ്നിമയമായ ഈ സ്ഥലത്ത് നിന്റെ അഗ്നിസിംഹാസനത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് നിന്റെ ജനത്തിന് പാപപരിഹാരവും സൃഷ്ടി മുഴുവനും വേണ്ടി മോചനവും ഞാൻ യാചിക്കുന്നു. എന്റെ കർത്താവേ, ആവശ്യക്കാരുടെ മുമ്പിൽ നിന്റെ സമൃദ്ധമായ ശ്രീഭണ്ഡാരം തുറന്നും നിന്റെ ഇടവകയിലെ ആടുകളിൽ നിന്റെ അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകണമേ. കടക്കാരുടെ കടച്ചീട്ടിനെ കീർക്കളയണമേ. പാപികളുടെ കടങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ നിന്റെ ഓർമ്മയിൽ നിന്ന് വായിച്ചു കളയണമേ. നഷ്ടപ്പെട്ടു പോയവർ നീ മുഖാന്തരം തിരിച്ചു വന്ന് തിരുമുമ്പാകെ സമ്മേളിക്കുമാറാകണമേ. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ വിശുദ്ധ ബലിയെ ഞങ്ങൾ സമീപിക്കുന്നു. നിന്റെ വിശുദ്ധ റൂഹായി കുരിശുദ്ധ കുർബാനയിൽ പ്രീതിപ്പെട്ട് ഇറങ്ങി വന്ന് ഇതിനെ ശുദ്ധീകരിക്കുകയും അനീതികളിൽ നിന്ന് ഞങ്ങളെ നിർമ്മലരാക്കി അനശ്വര വസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കുകയും നിന്റെ രാജ്യത്തിലെ ആനന്ദത്തിന് ഞങ്ങളെ അർഹരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗന്മീ. അവിടുത്തെ ഞങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. ബലഹീനനും
ദാസനുമാകുന്നു ഞാൻ. ഇപ്രകാരം കീർത്തിച്ച് ചൊല്ലുന്നു, പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ, പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ, ജീവനും വിശുദ്ധിയുമുള്ള റൂഹ പരിശുദ്ധൻ, താൻ നമ്മുടെ ആത്മാക്കളുടെ മേലും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സ്ഥലവാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും രണ്ട് ലോകങ്ങളിലും മനസ്സലിവ് തോന്നി പാപിയായ ഈ നിന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര്യന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ ഏകപുത്രനും സർവ്വലോകത്തിന്റെ പിതാവും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശം സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻമാത്രമായി നിർമ്മിച്ചവനും മനുഷ്യരായി ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമസാരം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വിശുദ്ധമായ ദൈവമാതാവായ വിശുദ്ധമറിയാമെന്ന് ശരീരത്തിൽ നിന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയെക്കുറിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോടുവാർത്തിരുന്നവനും ജീവനോടെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വഴി മാത്രത്തോടെയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരുമായുള്ളവരെയും ഈ കുർബാന കർത്താവ് കൈക്കൊള്ളുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ജയിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും ഒന്നിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മാത്രം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകവും കാതോലികവും സ്നേഹവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ മാമോദീസ ഒരിക്കലും മാത്രമാകുന്ന ഏറ്റുപറഞ്ഞ് മനുഷ്യരോട് ഉയർത്തലും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴിക ഏതോ നമസ്കാരത്തിൻ സമയം ഏതോ തന്നെ കരുണാസമയം ഉന്നത പദവി ഏറിതാ ഇന്നിപ്പോൾ ഈ ആചാര്യൻ
പ്രിയരേതു കരുണയോടെയും അറിവിൻ്റെയും സമയം സത്യാസ്നേഹത്തോടെ സമാധാനം നൽകും സമയം ദൂരസ്ഥർ സാവിധസ്ഥരുമായി തമ്മിൽ നിരക്കും സമയം താൻ. അതിനാൽ സോദരരേ വരുവീൻ, ഒരുപോൽ കരുണയിരന്നീടാം. നാഥാ കൃപ ചെയ്തിടണമേ, നാഥാ കൃപ ചെയ്യുക കനിവാ, നാഥാ ഉത്തരം അരുളിച്ചേ, ധടിയാരോടു കൃപ ചെയ്യണമേ. നല്ലവനെ ഞങ്ങളുടെ ബലഹീനതയോടുത്തരം അരുളണമേ. നാം എല്ലാവരും ഒത്തൊരുമി അട്ടഹസിച്ചുര ചെയ്യണം. ബാർക്കുമോ സ്തോമൻ ഗാലോ വലിയവനും അനാഥ്യന്തനുമായ ദൈവമേ, നീ ശാന്തിയും സമാധാനവും സ്നേഹവും കരുണയുടെ ഉറവിടവുമാവുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ സഭയ്ക്ക് സമാധാനം നൽകണമേ. കൃപയോട് നീ ലോകത്തെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലവന്മേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആവശ്യകാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം സ്നേഹം നൽകും കർത്താവിൻ സ്നേഹം നമ്മെ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം തത്സമയം ശൈലോയും നമ്മെ കാക്കട്ടെ നാളും തത്സമയം ശൈലോയും നമ്മെ കാക്കട്ടെ നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താനും വാഗനാ തലകുനിക്കണം. ഞങ്ങളുടെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഇപ്പോൾ തിരുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ ദാസരും ആരാധകരുമായവരെ അനുഗ്രഹപൂർണമായി നിന്റെ വലത്തുയെ ആവസിപ്പിച്ച് ആശീർവദിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും
സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ അബുകൂല സുബാൻമേ. കർത്താവേ, നിന്റെ ഇടവകയുടെ പാപങ്ങൾക്കും ദോഷങ്ങൾക്കും വേണ്ടി രക്താർപ്പിതമല്ലാതെ ഈ ആത്മീയ ബലിവിനെ അർപ്പിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളുടെ കൽപ്പന ലംഘനങ്ങളെ നീക്കി മായ്ക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻമേ. സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും മയത്തോടും വണക്കത്തോടും വെളുപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാരന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. അനുഗ്രഹങ്ങളും സമാധാനവും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലുള്ള ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മശിഹാദംബരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് മാലാഖമാരും മാലാഖമാരും ക്രോബേന്മാരും ശ്രോപ്പേന്മാരും മോറാവോസന്മാരുമായ അദൃശ്യരും അസംഖ്യരുമായ സ്വർഗീയഗണങ്ങളും കൂട്ടങ്ങളും സേനകളും അടങ്ങാത്ത വായ്കളോടും അവർണ്ണനീയമായ ശബ്ദത്തോടും കൂടി വിജയസ്തുതിയായി പാടിപ്പോഴ്ത്തുന്നതിനെ നമുക്കും മധുപെടുതാം. മസാഖിങ്ങോയേ ആകാശഭൂമി പറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വാഴ്ത്തപ്പെട്ടവരാകുന്നു. സ്നേഹം മൂലം നമുക്ക് വേണ്ടി ശരീരം ധരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മനസ്സോടെ സ്വയം താഴ്ത്തുകയും ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവ് തന്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ വിശുദ്ധ തൃക്കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്തു വാഴ്ത്തി ശുദ്ധീകരിച്ചു.
മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോട് നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവന് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു എന്ന് അരുളി ചെയ്തു. വൽഹായേ അപ്രകാരം തന്നെ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയും കാസായും എടുത്ത് സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിയവരോടും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവന് വേണ്ടി നിങ്ങളെല്ലാവരും ഇത് വാങ്ങിപ്പാനും ചെയ്യുവീനെന്ന് അരുളി ചെയ്തു. വൽഹായേ വിശുദ്ധരഹസ്യത്തിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ അനുസ്മരിച്ചുകൊള്ളുവിൻ എന്നു താൻ അവരോട് മുൻകൂട്ടി കൽപ്പിച്ചു. ദാമോദോസേനോ കർത്താവേ, പാപികളും കുറ്റക്കാരും നിന്റെ ദാസരുമാകുന്ന ഞങ്ങൾ രക്ഷാകരമായ നിന്റെ മനുഷ്യാവതാരത്തെ മുഴുവനായും ഭയങ്കരവും മഹനീയവുമായി നിന്റെ പുനരാഗമനത്തെയും ഓർക്കുന്നു. ഇത് നിമിത്തം ഞങ്ങൾ പരിഭ്രമിക്കുകയും ഇറക്കുകയും ചെയ്തുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്നും പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബീരയ്ക്കാമില്ലാബോ കഥമറോ. സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവരേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്റെ വാത്സല്യമുള്ളവനെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന എല്ലാവരങ്ങളിൽ നിന്ന് പ്രതാപത്തോടു കൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പുരന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കമാകുന്നു.
നിങ്ങളുടെ കത്തോടും മഹത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരുടെയും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളണമേ. കർത്താവേ, എന്നോടുത്തരമരുളി. ഉത്തമനേ, ദൈവമോ, നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. പരിശുദ്ധ റൂഹ ആവസിച്ചപ്പത്തേ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ തിരുശരീരമായി പൂർത്തീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റൂഹ ആവസിച്ച് ഈ ഗാസയിലെ കലർപ്പിനെ ഞങ്ങളുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ തിരുരക്തമായി പൂർത്തീകരിക്കുമാറാകട്ടെ. കർത്താവേ, തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരും സ്വർഗരാജ്യത്തിൽ അവകാശികളായി തീരണമേ. അവിടെ പുതിയ ജീവനിൽ പരിശുദ്ധന്മാരോടുകൂടെയുള്ള കൂട്ടത്തിൽ അവർ ആനന്ദിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലവന്മേ. പാർക്കുമോ നീ ആഷ്കരന്റെ മനുഷ്യന്മാരായിരുന്ന 4 ഭാവമുള്ള ദൈവത്തിന്റെ വിശുദ്ധ ബലിയെ മേച്ചുഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്തെ നടത്തു പോരുന്ന നമ്മുടെ പാത്രകീസന്മാരായ ആബൂമ ഇഗ്നാത്യോസിനു വേണ്ടിയും ആബൂമ ബെസേലിയോസിനു വേണ്ടിയും ആബൂമ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബൂമ തീമോത്തിയോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ചു പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ ദിവ്യോപദേശങ്ങളുടെ പ്രകാശത്താൽ നിന്റെ സ്നേഹിതരെ പ്രകാശിപ്പിക്കണമേ. നല്ല കാലവും ശാന്തവും സമാധാന സമൃദ്ധവുമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലവന്മേ. പാറയ്ക്കുമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും ബലഹീനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യാഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവെ, പീഡിതരെയും ക്ലേശിതരെയും പ്രയാസപ്പെടുന്നവരെയും ദുഃഖിതരെയും ദരിദ്രന്മാരെയും മഹതികളെയും പരദേശികളെയും നിരാശ്രരെയും ബന്ധിതരെയും അടിമകളെയും വിധവകളെയും അനാഥരെയും നീ സംരക്ഷിച്ച് പുലർത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും
സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമീ. ബാറയ്ക്കുമോർ 4 ഭാഗങ്ങളുള്ള ദൈവത്തിൻ്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ശാന്തവും ആനന്ദകരവുമായ ജീവിതം തിരുമുമ്പാകെ നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഭരിക്കുന്നവരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോം വബുകൂല സുബാൻ ലൗൻമീ. ബാർക്കുമോർ ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരെ നിബിയന്മാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവൻഗേലിസ്തന്മാരെയും സഹദന്മാരെയും മോദിയാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടുകാരനുമായ മാർ യൂഹാനോൻ മർദ്ദാനായും ഷമ്മാശന്മാർ പ്രധാനിയും സഹദന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മാർ സ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർ തോമാസ് സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നീതിപൂർവമായ പ്രവൃത്തികളാൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോട് ഒരുമിച്ചുള്ള അവകാശത്തിനും മോഹരിക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ ലൗൻമീ. മറയ്ക്കുമോ ശ്ലൈഹികവുമല്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ചു ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ തലത്ത് ശുദ്ധയോടെ മുമ്പോട്ട് പ്രാപിച്ചു. ശ്രമിക്കുന്നവരെയും നിക്കായിലും കുസ്തന്തീനോപ്പോലീസിലും എഫെസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതുസുന്നോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർഷ്ലേമിൻ്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലീമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയോസ്കോറോസും തിമോത്തിയോസും ബിലക്ചിനോസും അന്തിമോസും യാവാനീസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ ശിഷ്യായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനുന്നത ഗോപുരമായ പ്രസിദ്ധനായ മാർ കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായി ഞങ്ങളുടെ പാത്രിയർക്കീസ്മാർ സേവേറിയോസും സത്യവിശ്വാസ നീതിമാനും പരിചിതനുമായ ഞങ്ങളുടെ ബാവമാർ യാക്കോബ് ബുർദാനായും മാർ പ്രേമും മാർ യാക്കോബും മാർ ഇസാക്കും മാർ ബാലായും
ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസോമായും മാർ ശമോന്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും എൽദോ മാർ ബാസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവനാസ്യൂസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ചു ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, പരിശുദ്ധങ്ങളായ 3 ബോസനോസുകളിലെയും സത്യവിശ്വാസമാവുന്ന പാറമേൽ ഞങ്ങളെല്ലാവരെയും കൃപയോടെ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ പാർക്കുമോ അരൂപങ്ങളുടെയും ശലജടങ്ങളുടെയും ഇടയനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസിൽ മുൻകൂട്ടി എത്ര പ്രാവശ്യം വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നേർന്നവരായ ഈ പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സ്ഥലം മരിച്ചുപോരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരൂപിലേൻ്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശിഹായോട് ധാരാളം അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെ നിന്റെ സ്വർഗ്ഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിയലായിസോൻ ടെസ്റ്റ് പറയണം. കുറിയലായിസോൻ. കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ അന്ധകാര സൈന്യങ്ങൾക്ക് പിടിക്കുവാൻ പാടില്ലാത്തവരാക്കി തീർക്കണമേ. ദുഷ്ടാത്മാക്കളുടെ ബന്ധനത്തിൽ നിന്നവരെ വിടുവിക്കണമേ. അതിവേദനയിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. നിന്റെ ഏകജാതന്റെ പ്രകാശം ഞങ്ങളുടെ മേലും അവരുടെ മേലും ഉദിപ്പിക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവരിൽ തന്നെ ശരണപ്പെടുന്നു. സത്യവിശ്വാസത്തോടെ ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന മനസ്സോടും മനസ്സുകൂടാതെ അറിവോടും നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളോട് ചെയ്തു പോയിട്ടുള്ള കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങളെ ശ്രദ്ധിച്ച് ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥലം വാങ്ങിപ്പോയവരെയും ന്യായവിധിയിൽ നിന്നും ദുഷ്ടന്മാർക്കുള്ള ദണ്ഡനങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായോടും വിശുദ്ധ റൂഹായോടും കൂടെ സകലത്തിലും എന്ന പോലെ കുർബാന വഴിയായി മഹത്വപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഓശോ വബുക്കൂല സുബാൻ തലമുറ തലമുറയായി സകലങ്ങളെയും ലോകങ്ങളോട് സ്നേഹം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വലിയവരും നമ്മുടെ രക്ഷകനുമാവുന്ന
യേശുമിശിയാവുന്ന ദൈവത്തിന്റെ കൃപകളും കരുണകളും എന്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നീടാർക്കോ നേരം നോട്ടൻ ഗോനുനിവർ തോർമാശിഹായേ പാപത്തിൻ കോണിൽ നിന്നും ഹൃദയം ചൊവ്വാക്കിയിടണമേ. ദുഷ്കൃത്യം കൃപയാൽ താഴ്ത്തി പാപത്തെ പോക്കിയിടണം. ശവന സത്യവെളി ചമ്മാശിഹായേ നിൻ കൽപ്പനയെ സ്നേഹിപ്പാ ആത്മകണ്ണുതുറക്കണമേ. ഋത്വിക താമതുപോൽ ഏകത്തെ തൃത്വമായ പിതൃപുത്ര വിശുദ്ധാത്മാവേ സത്യക ദിശാസ്തോത്രം. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളാലും കരുണയാലും രോഗികൾക്ക് പൂർണ്ണ സൗഖ്യവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും ബന്ധിക്കപ്പെട്ടിരിക്കുന്നവർക്ക് വിടുതലും അകലെ പോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും സമീപസ്ഥർക്ക് നല്ല കാവലും നൽകണമേ. ഭിന്നിച്ചിരിക്കുന്നവർക്ക് ഐക്യവും സ്നേഹവും ചിന്നിപ്പോരിക്കുന്നവർക്ക് ഉരൂപ്പും കാണാതെ പോരിക്കുന്നവർക്ക് കണ്ടെത്തലും വിലപിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും ക്ഷീണിച്ചിരിക്കുന്നവർക്ക് വിശ്രമവകതികൾക്ക് സന്തുഷ്ടിയും വിധവന്മാർക്ക് മനോധൈര്യവും സഹായവും ദരിദ്രർക്ക് പോഷണവും സംതൃപ്തിയും പാപികൾക്ക് പൂർണ്ണമോചനവും നൽകണമേ. ആചാരത്വത്തിനും നല്ല ഉന്നതിയും ശുശ്രൂഷകർക്ക് വെണ്മ കൊടുക്കുകയും നിന്റെ നിരപ്പ് ഭൂമിയിലെ രാജ്യങ്ങളിൽ വാഴുകയും യുദ്ധങ്ങൾക്ക് ദുഃഖവും മരിച്ചവർക്ക് ആശ്വാസവും ഞങ്ങൾക്ക് കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനവും നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഇവ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയാൽ ബന്ധുവിനും രോഗികളും അനാഥരും ദരിദ്രരും പീഡിതരും പലതരം പ്രയാസങ്ങൾ വലയുന്നതുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. പ്രത്യേക ഈ ദിനങ്ങളിൽ ജന്മദിനം ആചരിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതം നിരന്തരം നിന്നെ മാറ്റപ്പെടുത്തുവാനും സ്നേഹത്തിലും സന്തോഷത്തിലും ദീർഘായുസ്സിലും അവർ വളരുവാനും നിന്റെ കൃപയെ അവർക്ക് ധാരാളമായി നൽകണമേ. അവരോടൊപ്പം വിവാഹ വാർഷികം ആചരിക്കുന്ന നിന്റെ മക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പരസ്പര സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പങ്കാളിത്തത്തിൻ്റെയും ആത്മാവിൽ കുടുംബജീവിതത്തിൻ്റെ പരിപാവനത കാത്തു സൂക്ഷിക്കുവാൻ നിന്റെ സഹായം അവർക്ക് നീ നൽകണമേ. ഞങ്ങളുടെ കർത്താവേ, നിന്റെ കരുണയോടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. വലിയവനും ബലവാനുമായ ദൈവമേ,
ഈ ദൈവിക നൽവരത്തിന് മനുഷ്യ സ്നേഹത്തോട് നീ ഞങ്ങളെ വിളിച്ചടുപ്പിച്ചുവല്ലോ. ഇതുമൂലം പിതാവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വിശുദ്ധ റൂഹായെ ഞങ്ങൾ വന്ദിക്കുന്നു. നിന്റെ ഏകപുത്രന്റെ കർത്തൃപ്രാർത്ഥനയും പാടുകയും ചെയ്യുന്നു. സ്വർഗസ്ഥനും സർവാധിപതിയും വിശുദ്ധനുമാവുന്ന ദൈവമാവുന്ന നിന്നെയും നിഷ്കളങ്ക മനസ്സോടും വിശുദ്ധ വിചാരത്തോടും പരമാർത്ഥതയുള്ള നാവോടും ശരീരവെടിപ്പോടും ആത്മധൈര്യത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തി മാത്രം എന്നേക്കും നിങ്ങളാകുന്നു. ഉത്തമനും കാരുണ്യവാനുമായ പിതാവേ, നിന്റെ മക്കളൊന്ന് വിളിക്കപ്പെടുവാൻ നീ ഞങ്ങളെ അർഹരാക്കി തീർത്തുവല്ലോ. കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ദുഷ്ടനിൽ നിന്നും അവന്റെ സകല ശക്തിയിൽ നിന്നും ദുഷ്ടന്മാരുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ലൗൻമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തല ഉനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. വലിയവനും സർവാധിപതിയുമായ രാജാവായി നിന്റെ മേലധികാരത്തിൻ ശങ്കോലിൻ കീഴിൽ സകല ശ്രേഷ്ഠകളും വണങ്ങി നിൽക്കുന്നു. ഇപ്പോൾ തിരുമുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന നിന്റെ വിശുദ്ധ സഭയ്ക്ക് നിന്റെ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുക്കൂല സുബാൻ ലൗൻമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്യവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും കരുണകളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരുടെ മേലും എന്നേക്കുണ്ടായിരിക്കട്ടെ. ഭയത്തോടും മുറയിലോടും നാം സൂക്ഷിക്കണം. കർത്താവേ, അനുഗ്രഹം ചെയ്യണമേ. വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവും പരിശുദ്ധനായ ഏകപുത്രനും പരിശുദ്ധനില്ല. ജീവനുള്ള
കരുണയോട് ലോകത്തെ സൃഷ്ടിജം പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ. തന്റെ വിലയേറിയ കഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ രക്ഷിജം പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പൂർണ്ണമാക്കി ദ്വൈക്കുന്ന ജീവനുള്ള ഏകവിശുദ്ധ റൂഹായും നമ്മോടുകൂടെ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. പഠിപ്പിച്ചതാതൻ മാറിയോർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗ്ഗത്തിൽ നീതികന്മാർ സിദ്ധന്മാരെന്നേവരൊപ്പം ദൈവസുതൻ ആശ്വാസമവർക്കേണം. എന്നാൽ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ്യായോ ഹാലേലൂയ്യാ നിൻ വലമായി രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേലൂയ്യായോ ഹാലേലൂയ്യാ ജനമോർക്കായ പിതൃകരമോ മാറിക്കുമോ ബഹുലാ ബോല ബറൂഹോ ഖാദീശോ ഘനമോലം വാരാമൽവോലം വൽമേനാമേ ഭക്തർ പുകഴ്ച ഭാജനമേ ോലേഖസുതൻ തൃക്കരങ്ങളിലറിവാഴ്ത്തും പക്കലപേക്ഷയണേക്കേണം സൗമങ്കാല സൂര്യേവായിസോ സ്വീകരണം നേടേ ദൈവത്തിൻ മാതാവാ ഈശ്വരി ശാപത്തെ നീക്കിയകഞ്ഞകയെ ശാന്തിക്ഷേമങ്ങൾ സഭയിലുമെങ്ങും വാണി ദാനേകാത്മജനോ അഭ്യർത്ഥിക്കേണമേ ഭാരക്കുമോ ബഹുലാ ബോല ബറൂഹോ ഖാദീശോ ക്രോധശ്രാപീകൾ തൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോണേ ആദാമ്യരെ സാത്താൻ മൃദീവതൻ അടിമയിൽ നിന്നേറ്റിടുവാൻ വയ്യേ നിയമീര സ്തോത്രം ഒരേയോരായും മേലെ റൂഹാദായി ോറാനീശോ കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളെയും നിൻ കോപത്തിൻ വഴികളെയും മാച്ചിടേണം ദൈവാൻവന പോലെ തളർത്തിടുമേ ഹാലേലൂയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോ തളിരിട്ടു തഴച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് ദുഷ്ടി പുഷ്ടികളുണ്ടായിരിക്കുമോ ബഹുലാ ബോല ബ്രൂവൽ റൂഹോ
കാദീശോ ും മാർത്തോമാ സ്ലീഹ ഉദരണമേനിൻ പ്രാർത്ഥന പാവന നീബിമാരേ രാജ്യസുതസ്നേഹന്മാരെ അഭ്യർത്ഥിപ്പേ ഭുവനക്ഷേമാർത്ഥം സമരം മായട്ടെ കലഹം ശമമാനീടട്ടെ സഭയും സോദരം സ്തുതി പാടിയിടട്ടെ ഭാഗ്യമോ ബഹുല ബോല ബ്രോൽ റൂഹോ കാദീശോ നീതി സ്നേഹ സഹജന്മാരെ നിങ്ങളുടെ മകുടം വാനിൽ ഭക്തജനം ഭൂവിൽ വശിഹാദൻ സഭയിൽ ശക്തി വളർത്തിയ നിങ്ങളുടെ സ്മൃതി മാനിച്ചോ നിങ്ങും തന്നിൽ സൽഗുണനിധിയേ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാകന്റെ ശമവും ശാന്തിയുമാറട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ചെങ്ങന്നൂർ ഭദ്രാസനത്തിൻ്റെ പ്രാർത്ഥനയോഗ സെക്രട്ടറിയും നമ്മുടെ വെൺമണി ഇടവകയുടെ അംഗവുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട VJ ഷാജി അവറുകൾ ഈ നമ്മുടെ ദേവാലയത്തിൽ ഇന്ന് ഔദ്യോഗിക സന്ദർശനത്തിൻ്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും സ്നേഹാദരത്തോടെ VJ ഷാജി അവറുകളെ നമ്മുടെ എവങ്കേലിയോൻ്റെ സന്ദേശം നൽകുവാനും പ്രത്യേകിച്ച് ഇടവയ്ക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. ഏറ്റവും വന്ദ്യനായ പ്രിൻസച്ചൻ, എന്നെ ശ്രമിക്കുന്ന ഏവരുമേ, ദിവ്യമായ ഈ ആരാധനയിൽ പരിശുദ്ധവും പരിപാവനവുമായ ഈ ദേവാലയത്തിൽ നിങ്ങളോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി അല്പമായ നോമ്പിൻ്റെ ചിന്തകളും എവൻഗേലിയൻ ഭാഗവും നിങ്ങളോടൊത്ത് ചിന്തിക്കുവാൻ അവസരം തന്ന സർവശക്തനായ ദൈവത്തെ ഓർത്ത് സ്തുതിക്കാം. ഇന്ന് സമകാലീന സാമൂഹ്യ പശ്ചാത്തലം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. നമ്മുടെയൊക്കെ പിതാമഹന്മാർ രാത്രിയുടെ യാമങ്ങളിൽ മെഴുകുതിരി വെട്ടത്തിരുന്ന് പ്രാർത്ഥിച്ച സഭയും സമൂഹവുമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വിഷയം, നമ്മളിൽ നിന്ന് നമ്മുടെ തലമുറയിലേക്ക് നമ്മുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളെ കൈമാറുവാൻ നമ്മൾക്ക് കഴിയുമോ എന്നൊരാശങ്കയാണ്. കാരണം 13% ക്രിസ്ത്യാനികൾ ഈ കൊച്ചു കേരളത്തിൽ ജനിക്കുമ്പോൾ 20% ആൾക്കാർ ഭൗതികമായിട്ട് ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുകയാണ്. ഇത് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന വലിയ വിഷയമാണ് പ്രിയരെ. നമ്മുടെ തലമുറ എവിടെ നിൽക്കുന്നു? ഇന്ന് എന്നെ ശ്രമിക്കുന്ന നിങ്ങളിൽ നല്ലൊരു ശതമാനവും സീനിയർ സിറ്റിസൺസ് ആണ്, അല്ലെങ്കിൽ 50 കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ 40 വയസ്സിനു താഴെയുള്ള യുവതലമുറ വളരെ കുറവാണ്. പക്ഷേ അവരെവിടെയാണ്, എവിടെയായിരുന്നാലും ദൈവിക പദ്ധതിയുടെ ഭാഗമായി ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടോ? ഈ ഭൂഖണ്ഡത്തിൽ എവിടെയായാലും ആരാധന വിശ്വാസം അവരിലുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, തലമുറയെ ചേർത്ത് നിർത്തണം. അതിന് മാതാപിതാക്കള് തയ്യാറാകണം. അതാണ് നമ്മുടെ പിതാമഹന്മാരും നമ്മുടെ
മാതാപിതാക്കളും പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് നിങ്ങളെ ഈ ഭൂമുഖത്താക്കിയിരിക്കുന്നത്. പ്രിയരെ, നാം ഭൗതികമായിട്ട് 10-25 വർഷം കഴിയുമ്പോൾ ഈ ഇടവകയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടാലും നാം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെയൊക്കെ മക്കളും കൊച്ചുമക്കളും ഒക്കെ കാണുമെന്നുള്ളൊരു ഉത്തമ ബോധ്യം നമ്മൾക്കുണ്ടാകണം. ഇവിടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും അവരുണ്ടായിരിക്കണം. അതാണ് നമ്മുടെ വിശ്വാസം, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മളുടെ സ്നേഹം. അപ്പം വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും നമ്മളെ തന്നെ ഉത്തമ ബോധ്യമുള്ള ആത്മീയ മക്കളായി വളർത്തുവാൻ ഈ നോമ്പുകാല ചിന്തകൾ സഹായിക്കട്ടെ എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നമുക്കറിയാം, നോമ്പെന്ന് പറയുന്നത് ഇന്ന് നോമ്പിൻ്റെ 28ാമത്തെ ദിവസമാണ്. സ്വർണം എങ്ങനെയാണ് മാറ്റുരച്ച് തട്ടാൻ അതിനെ ഏറ്റവും നല്ല സ്വർണമാക്കി മാറ്റുന്നത് നമുക്കറിയാം. എങ്ങനെയാണ്? തീജ്വാലയിലൂടെ കടത്തി സ്ഫുടമുള്ളതാക്കി തീർക്കുകയാണ്. അതിനെ സ്ഫുടമുള്ളതാക്കി തീർക്കണമെങ്കിൽ തീജ്വാലയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെയാണ് നമ്മുടെ നോമ്പും. തീജ്വാലയിലൂടെ നമ്മളെ കിടത്തി വിടുകയാണ്. നമുക്കറിയാം, ശുഭുക്കോനോ എന്നുള്ള ഒരു നിരപ്പിന്റെ ശുശ്രൂഷയോടുകൂടി നാം ഇത് ആരംഭിക്കുന്നത്. ആ നിരപ്പിന്റെ ശുശ്രൂഷ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെ നിങ്ങളുടെ സൗഹൃദങ്ങളിൽ വന്ന വിള്ളലുകൾ എന്താണ്? നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വന്ന വിള്ളലുകൾ എന്താണ്? നിങ്ങളുടെ സമസൃഷ്ടി സ്നേഹത്തിൽ വന്ന വിള്ളലുകൾ എന്താണ്? അതിനെയൊക്കെ ശോധന ചെയ്ത് തിരുത്തുവാൻ തക്കമാണ് സഭ പിതാക്കന്മാർ ശുഭക്കോനോട് വലിയൊരു ശുശ്രൂഷ, നിരപ്പിന്റെ വലിയൊരു ശുശ്രൂഷ ആക്കിയിരിക്കുന്നത്. പ്രിയരെ, അതുപോലെ തീജ്വാലയിലൂടെ കടന്നു പോകുന്ന വലിയ വലിയ നാളുകളാണ് ഈ നോമ്പിന്റെ അനുഷ്ഠാനത്തിന്റെയും ഉപവാസത്തിന്റെയും ദിനങ്ങളെന്ന കാര്യം നാം ഒരിക്കലും വിസ്മരിച്ചു പോകുന്നത്. പരസ്യ ശുശ്രൂഷയും നമുക്കറിയാം, യേശുവിൻ്റെ കുരിശുമരണവും ഉയർപ്പും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് ഉത്തമ ബോധ്യത്തോടുകൂടി ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തോട് ചേർന്ന് നിൽക്കണം എന്നുള്ള പറയുമ്പോൾ ഈ നോമ്പ് കാലത്ത് 3 കാര്യങ്ങളിൽ നാം വ്യവസ്ഥ ചെയ്യണം. ഒന്ന്, ദൈവത്തോട് വ്യവസ്ഥ ചെയ്തേ പറ്റുകയുള്ളൂ. ദൈവികമായ പദ്ധതിയോട് വ്യവസ്ഥ ചെയ്ത് ജീവിക്കണം. രണ്ടാമതായിട്ട്, സമസൃഷ്ടി സ്നേഹത്തിൻ്റെ ഉത്തമ ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും കഴിയണം. അവിടെയാണ് പറയുന്നത്, നിന്റെ സഹോദരൻ എവിടെ? കയ്യനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിന്റെ സഹോദരൻ എവിടെ? ഇവിടെ നമ്മളോട് ചോദിക്കുന്ന ഈ നോമ്പ് കാലത്തെ വലിയൊരു ചോദ്യമാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, നിന്റെ സഹോദരൻ എവിടെ? മൂന്നാമത്തെ, നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട മൂന്നാമത്തെ വിശ്വമാണ് പ്രപഞ്ചം. ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാകും. സങ്കീർത്തനം 24 പറയുന്നുണ്ട്, യഹോവയ്ക്കുള്ളതാണെല്ലാം. നമ്മൾ വെറും കാര്യവിചാരകന്മാരാണ്, ഉടമസ്ഥരല്ല എന്നൊരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. പ്രിയരെ, നോമ്പുകാല ചിന്തയുടെ ഏറ്റവും വലിയ കാണുന്നത് എൻ്റെ കഴിവ്, എൻ്റെ പണം അല്ലെങ്കിൽ എൻ്റെ സമ്പത്ത് ഇതെല്ലാം ഉണ്ടാക്കി എൻ്റെ കായിക ബലമാണ് എന്ന് പറയുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യമുണ്ട്. അവനെ യേശു തമ്പുരാൻ വിളിക്കുന്നത് മൂഢ എന്നാണ്. മൂഢനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രിയരെ, ആ ചോദ്യത്തിന്റെ മുമ്പിൽ നാം ചൂളിപ്പോകാതിരിക്കണമെങ്കിൽ 3 കാര്യങ്ങളിൽ നാം വ്യവസ്ഥ ചെയ്തേ പറ്റത്തുള്ളൂ ഈ നോമ്പ് കാലത്തിൽ. ഒന്നാമതായിട്ട്, ദൈവത്തോട് വ്യവസ്ഥ ചെയ്യണം. രണ്ടാമത്, നിന്റെ സഹോദരനോട് വ്യവസ്ഥ ചെയ്യണം. ആരാണ് നിന്റെ സഹോദരൻ എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം. ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവനാണ് നിന്റെ സഹോദരൻ. നിന്റെ മുമ്പിൽ കൈ നീട്ടുവാൻ ലജ്ജിക്കുന്നവനാണ് നിന്റെ സഹോദരൻ. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തവനാണ് നിന്റെ സഹോദരൻ. അപ്പക്കഷ്ണങ്ങളെ നുറുക്കിയ അപ്പക്കഷ്ണങ്ങൾ മേശയിൽ നിന്ന് വീഴുമ്പോൾ അത് തിന്നു ജീവിക്കാൻ നിവൃത്തികെട്ടവൻ നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ അവനെ പരിസംശിക്കുക എന്നുള്ളതാണ് സഹോദരന്റെ ദൗത്യം. പ്രിയരെ, അങ്ങനെ സഹോദരനെ ചേർത്ത് നിൽക്കുന്ന ഒരു വലിയൊരു നോയമ്പായിരിക്കണം ഇത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഷ്ഠാനം എന്ന് പറയുന്നത്. ഉപവസിച്ചിട്ട് കാര്യമില്ല, ഉപവസിച്ച് കിട്ടുന്ന മിച്ചം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നിന്റെ സഹോദരനെ ചേർത്ത് നിർത്താൻ അത് നീ ഉപയോഗിക്കുന്നുണ്ടോ? ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്തവന് കൊടുക്കാൻ നീ തയ്യാറാകുന്നുണ്ടോ? അതൊക്കെയാണ് നമ്മുടെ ഇന്നിൻ്റെ ചിന്ത. പ്രിയരെ, ഈ നോമ്പ് കാലത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ 4 കാര്യങ്ങൾ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായിട്ട്, റിപ്പൻറ്റൻസ്. ആരെന്ന് പറയുന്ന ഫസ്റ്റ് വേർഡിൽ നമ്മൾ പഠിക്കുന്നത് റിപ്പൻറ്റൻസ് ആണ്. എന്താണ് റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്? അനുതാപമുള്ളവരായിരിക്കും. അനുതാപത്തിന്റെ ഒരു ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ദാവീദ് ഗുരുതരമായ തെറ്റ് ചെയ്തു, കണ്ണുനീർ കൊണ്ട് കട്ടിൽ നനച്ചു എന്ന പ്രാർത്ഥന.
എന്താണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? ദാവീദിന്റെ പ്രാർത്ഥന എന്താണ്? ദൈവമേ, വെടിപ്പുള്ള ഒരു ഹൃദയത്തെ എന്നിൽ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. അതാണ് ആ പ്രാർത്ഥന. ഗുരുതരമായ തെറ്റിനുള്ള പ്രായശ്ചിത്തമാണ് ആ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന. കണ്ണുനീരിനെ കടന്നു പോകാത്തവനായ ദൈവമാണ് നമുക്കുള്ളത്. ഇത് കൂനിയായ സ്ത്രീയുടെ കാര്യത്തിൽ നാം അത് തന്നെയാണ് കാണുന്നത്. രണ്ടാമതായിട്ട്, it should lead us into reconciliation. The great Lent should lead us into reconciliation. എന്താണ് reconciliation എന്ന് പറഞ്ഞാൽ? അനുരഞ്ജനത്തിന് നമ്മളെ തയ്യാറാക്കുക. സഹോദരൻ കുറ്റം ചെയ്താൽ 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ എന്ന് പത്രോസ് ചോദിക്കുമ്പോൾ പറയുവാണ്, 7 അല്ല 70 വട്ടം ക്ഷമിക്കുക. ഇതാണ് പ്രിയരെ ഉത്തമ ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത്. റെക്കൺസൈൽ ചെയ്യാൻ. നീ യാഗപീഠത്തിൽ യാഗവസ്തുമായിട്ട് വരുമ്പോൾ നിന്റെ സഹോദരന് പോയി നിരപ്പാകുക. നിന്റെ സഹോദരൻ നിന്നോട് വല്ലതും ചെയ്തിട്ടുണ്ടെന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ യാഗവസ്തു യാഗപീഠത്തിൽ വെച്ചിട്ട് ഫസ്റ്റ് ടു റെക്കൺസൈൽ വിത്ത് യുവർ ബ്രദർ. നിന്റെ സഹോദരനോട് പോയി നിരപ്പാകുക. ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്. നോമ്പിലെ ഏറ്റവും വലിയ സവിശേഷമാണ് അനുരഞ്ജനം എന്ന് പറയുന്നത്. കുറ്റങ്ങൾ ഉണ്ടാകാം, മാനുഷിക ബലഹീനതകൾ ഉണ്ടാകാം, കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം, സൗഹൃദങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാം, ഇടവകയിൽ വിള്ളലുകൾ ഉണ്ടാകാം. പക്ഷെ അതൊക്കെ റെക്കൺസൈൽ ചെയ്യാൻ തക്കവണ്ണം നമ്മളെ പ്രബുദ്ധരാക്കുന്ന, നമ്മുടെ ആ ഇച്ഛാശക്തിയിൽ വളർത്തുന്നതാണ് നോമ്പെന്ന് പറയുന്നത്. പ്രിയരെ, മൂന്നാമത്, ദ ഗ്രേറ്റ് ലെന്റ് ഷുഡ് ലീഡ് us into റിനൗൺസിയേഷൻ. പരിത്യാഗമാണ്. പരിത്യാഗം എന്ന് പറയുമ്പോൾ യെശയ്യായുടെ പുസ്തകം 58-ാം വാക്യം 58-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. അപ്പ നുറുക്കുകളെ നിങ്ങൾ കൊടുക്കുക. അഗതികളായിരിക്കുന്നവരെ നിങ്ങളുടെ ഭവനത്തിൽ ചേർത്ത് സ്വീകരിക്കുക. രക്തമാംസ ബന്ധങ്ങളെ നിങ്ങൾ അകറ്റി നിർത്താതിരിക്കുക. ഉടുതുണിയില്ലാത്തവന് തുണി കൊടുക്കുക. ദാഹിക്കുന്നവന് എന്താണ്, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക. ഇതാണ് വലിയ പരിത്യാഗമെന്ന് പറയുന്നത്. ഈ പരിത്യാഗത്തിലേക്ക് നമ്മളെ നയിക്കണം പ്രിയർ. നാം വെറും അനുഷ്ഠാനങ്ങളുടെ പേരിലുള്ള നൊയമ്പ്, ആന്തരിക മർമ്മങ്ങളെ അറിയാതെയുള്ള നൊയമ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലപ്രദമായ ജീവിത ശൈലിയിലേക്ക് നമ്മളെ എത്തിക്കില്ല എന്നൊരു ബോധ്യമാണ്. അവസാനമായിട്ട് 4-ാമത്തെ ഭാഗം റിന്യൂവലാണ്. The great Lent should lead us into renewal. പുതുക്കപ്പെടണം. ഒരുവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാകണം. പുതിയ സൃഷ്ടിയായാൽ പഴയത് പോയി. ഇനി നാം പുതിയ സൃഷ്ടിയുടെ ഉടമസ്ഥരാണ്. ഈ നോമ്പുകാലങ്ങളിൽ നമ്മളെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ വാഹനങ്ങളൊക്കെ ഓവറോൾ ചെയ്യാറില്ലേ? തറോ ഓവറോളിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഒരു വർഷം പുതിയ വാഹനമൊക്കെ ആവുമ്പോൾ സർവീസ് സെന്ററിൽ, ഓതറൈസ്ഡ് സെന്ററിൽ തന്നെ പോയി നാം എന്ത് ചെയ്യേണ്ടത്? തറോ ഓവറോളിംഗ് ചെയ്യാറുണ്ട്. നമ്മുടെ ജീവിതത്തിലും വന്നുകൂടിയ പാപക്കരകളെയൊക്കെ മാറ്റി നമ്മുടെ സ്നേഹവും സുദൃഢവുമായ ബന്ധങ്ങളെയൊക്കെ ഒന്ന് അരക്കിട്ടുറപ്പിക്കുവാൻ വേണ്ടി നമ്മളും ചില തറോ ഓവറോളിങ്ങിന് തയ്യാറാകണം. അതാണ് ഒരു ആത്മീയ പെരുമാറ്റ ചട്ടം നമ്മുടെ ജീവിതത്തിൽ, സ്പിരിച്വൽ കോഡ് ഓഫ് കോണ്ടാക്ട് എന്നായിരുന്നു പറയുന്നത്. ഒരു ആധ്യാത്മിക പെരുമാറ്റ ചട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പങ്കുവെക്കലിന് തയ്യാറാകണം. എന്താണ് ഈ പങ്കുവെക്കൽ എന്ന് പറയുന്നത്? ഇല്ലായ്മയിൽ നിന്നുള്ള പങ്കുവെക്കലിനെ കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്. ഭണ്ഡാരങ്ങളിൽ പലരും വലിയ വലിയ നാണയത്തുട്ടുകൾ ഇട്ട് ശബ്ദമുണ്ടാക്കിയപ്പോൾ ഇല്ലായ്മയിൽ നിന്ന് 2 കാശിട്ട വിധവയുടെ കാര്യമാണ്. ഇറ്റ് ഈസ് നോട്ട് ദ ക്വാണ്ടിറ്റി ബട്ട് ദ ക്വാളിറ്റി ക്രൈസ്റ്റ് എക്സാമിൻ. പ്രിയരെ, ശ്രദ്ധിച്ച് കേൾക്കണമേ. 2 ചില്ലിക്കാശിട്ട വിധവ, അവിടെ ഉപജീവനം മുഴുവനും അതിൽ സമർപ്പിക്കപ്പെടുകയാണ്. ദൈവം പ്രസാദിച്ചത് ഭണ്ഡാരങ്ങളിൽ വീണ വലിയ വലിയ നാണയത്തുട്ടുകൾ ശബ്ദമുണ്ടാക്കിയതില്ലല്ലേ. ശബ്ദം കേൾക്കാത്ത 2 നാണയത്തുട്ടുകൾ മാത്രം അവിടെ ഉപജീവനം മുഴുവനും സമർപ്പിക്കപ്പെട്ട 2 ചില്ലിക്കാശിലാണ്. ഇവിടെയാണ് നമ്മുടെ സമർപ്പണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്വാളിറ്റി ക്രൈസ്റ്റ് എക്സാം, ഇറ്റ് ഈസ് നോട്ട് ദ ക്വാണ്ടിറ്റി. അങ്ങനെ ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാകും. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. ഈ ട്രാൻസ്ഫർമേഷനാണ് നാം എല്ലാ നോമ്പുകാലത്തും പറയുന്നതും കേൾക്കുന്നതും പല ഉരുവി നമ്മൾ കേട്ടിട്ടുള്ളതും. പ്രിയരെ, ഒരു പ്രായോഗിക തലത്തിൽ നമ്മളെ തന്നെ ശോധന ചെയ്യുവാൻ നമുക്ക് ഈ നോമ്പുകാലങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ പ്രശ്നം പലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അംഗസംഖ്യയിൽ കുറഞ്ഞു വരുന്നു.
സ്ഥിതിസമത്വവാദവും ഭൗതിക ചിന്താഗതികളും ഒക്കെ ഇന്ന് ആധ്യാത്മിക മൂല്യങ്ങളെ ചോദ്യവർഷം ചെയ്യപ്പെടും. നിലനിൽപ്പാനായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. ഈ സ്ഥിതിസമത്വവാദത്തിലും ഭൗതികവാദത്തിലും ഒക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ ആത്മീയമായ ഒരു ഉൾക്കരുത്ത് നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നോമ്പും അനുഷ്ഠാനങ്ങളും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നാം നോമ്പ് നോറ്റേ പറ്റുള്ളൂ. നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുവാൻ ഈ തലമുറ പ്രതിജ്ഞാബദ്ധമാണ്. ഈ തലമുറയിൽ മാത്രമല്ല, നമ്മുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അടുത്ത തലമുറയിലേക്ക് നാം മാറ്റിവെക്കപ്പെടുവാൻ തക്കവണ്ണം, പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നാം തയ്യാറായെങ്കിൽ നമ്മുടെ മുമ്പിലെ ചോദ്യചിഹ്നം നാം ജീവിക്കുന്നത് എന്തിന്, ജീവിക്കുന്നത് ആർക്ക് വേണ്ടി, ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ് പ്രിയരെ. നമ്മുടെ പിതാമഹന്മാരൊക്കെ പ്രാർത്ഥിച്ചൊരു സഭയാണ് നമുക്കുള്ളത്. ആ പിതാമഹന്മാരുടെ പ്രാർത്ഥനയും അനുഗ്രഹങ്ങളുമാണ് ഈ തലമുറ ഈ രീതിയിലാക്കിയിരിക്കുന്നത്. പ്രിയരെ, എൻ്റെ അവസാന ഭാഗത്തിലേക്ക് ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിനെ കുറിച്ച് നമുക്കറിയാം. 28-ാമത്തെ ദിവസത്തിലെ പല അത്ഭുതങ്ങളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഞായർ നമ്മൾ വായിക്കപ്പെട്ട വേദഭാഗം വിശുദ്ധ ലൂക്കോസ് ചാപ്റ്റർ 13 വേഴ്സ് 10-17. ഇവിടെ എന്താണ് കാണുന്നത്? കഴിഞ്ഞ ആഴ്ച നാം വായിക്കുന്നു, എന്താണ്, കനാന്യ സ്ത്രീ അവളുടെ വിശ്വാസം കണ്ടിട്ട് യേശു അവളെ സൗഖ്യപ്പെടുത്തുന്നത്, അവളുടെ മകളെ ഭൂതബാധതയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അവിടെ വിശ്വാസം കണ്ടിട്ട് എന്താണ്, ശിഷ്യന്മാര് അവളെ തടയുകയാണ്. യേശുവിൻ്റെ അടുക്കിലേക്ക് കടത്തി വിടുവാൻ പോലും ശിഷ്യന്മാർ തയ്യാറാകുന്നു. അവസാനം വിശ്വാസധീരതയുള്ള കന്യാസ്ത്രീ പ്രാർത്ഥിച്ചു ദൈവത്തോട് പറഞ്ഞതിന് ഒരു വ്യവസ്ഥയുണ്ട്: നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല. പ്രിയരെ, ആ വാക്യം ഒന്നുകൂടെ കേൾക്കണം. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിട്ടുപോവുകയില്ല. ആ വിശ്വാസ ദൃഢതയാണ് ആ സ്ത്രീയുടെ മകൾക്ക് സൗഖ്യം നൽകി. എന്നാൽ പ്രതിസന്ധിയിൽ അവൾ പ്രാർത്ഥിച്ചു. ഇന്ന് കനാന്യ സ്ത്രീയുടെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെ ഒരു വ്യവസ്ഥയുമില്ല. യേശു കൂനിയായ സ്ത്രീയെ ആരാധന മധ്യ സുനഗോഗിൽ പ്രസംഗിക്കുമ്പോൾ കണ്ടു. 18 സംവത്സരമായിട്ട് നിവർന്നു നിന്ന് നിങ്ങളെയും എന്നെയും അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഒരു സ്ത്രീയെയാണ് യേശു വിളിച്ചു. അവളെ കൈകൊണ്ട് എന്താണ്, അവളെ അനുഗ്രഹിച്ചു. അവൾ രോഗവിമുക്തിയായി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുന്ന വലിയൊരു അനുഭവമാണ്. കൂനിയായ സ്ത്രീയാണ്. ഭൂമിയും അവരുടെ പാദങ്ങളുമല്ലാതെ അവൾ ലോകം കണ്ടിട്ടില്ല. പാപത്തിന്റെ കൂനിൽപ്പെട്ട നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ളവരുടെ ഒരു ദൃഷ്ടാന്തമാണ് കൂനിയായ സ്ത്രീ. ആരാധനയിൽ പങ്കെടുക്കുന്ന നമുക്ക് ഒത്തിരി കൂനുകളുണ്ട് പ്രിയരെ. ആ കൂനുകളെ നിവർത്തുവാൻ തക്കവണ്ണം ഈ നോമ്പ് നമ്മളെ സഹായിക്കണം. കൂനിയായ സ്ത്രീ 18 സംവത്സരം കാത്തിരുന്നു. ഈ 18 വർഷമെന്ന് പറയുന്നത് അവളെ സംബന്ധിച്ചിടത്തോളം ലോകം അവൾ നേരിക്കണ്ടിട്ടില്ലാത്തൊരു സ്ത്രീയാണ്. പക്ഷെ അവളും വ്യവസ്ഥ ചെയ്ത് പ്രാർത്ഥിച്ചു ഒരനുഗ്രഹം എന്തെങ്കിലും ഉണ്ടാകുമെന്നുള്ളത്. അവൾ ആഗ്രഹിച്ചത് ഒരു കൂനിൽ നിന്ന് നിവർത്തി. അവൾ ഒരിക്കലും ദൈവത്തോട് അപേക്ഷിച്ചിട്ടില്ല, ദൈവമേ എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണം. പക്ഷെ അവൾ കഠിന വ്യഥയോടുകൂടി പ്രാർത്ഥിക്കുന്ന രംഗം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് സാമീപ്യം ആരാധനയിലൂടെ യേശു തമ്പുരാൻ കാണുകയാണ്. അവളെ വിളിച്ചു, അടുത്ത് നിർത്തി. കൂനുള്ള നമ്മളെ അടുത്ത് നിർത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളെന്നൊരു ബോധ്യം നമുക്കുണ്ടാകും. അടുത്ത് നിർത്തി കൈവച്ച് അനുഗ്രഹിച്ച് അവരുടെ കൂനുകളെ എല്ലാം മാറ്റി. തമക്ക് വേണ്ടി യാഗമായിരിക്കുന്ന തമ്പുരാൻ ഒത്തിരി ത്യാഗങ്ങൾ കാൽവരിയിലും ഒക്കെ അനുഷ്ഠിച്ചിട്ട് നമുക്കറിയാം. അതൊക്കെ ഒരു വേദവായന ഭാഗമായിട്ട് നാം കേട്ടും മറന്നു പോകുന്ന വിഷയങ്ങളാണ്. പക്ഷേ നിന്റെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നിന്റെ കൂനുകളെയും ഒക്കെ മാറ്റുവാൻ ശക്തനായ ഒരു ദൈവം നിന്റെ ആരാധനയിൽ നിന്നോടൊപ്പം ഉണ്ടെന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കണം. അതാണ് നമ്മുടെ കൂനുകളെ മാറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കുമെന്നുള്ളത്. പ്രിയരെ, ചില സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എന്നാൽ ഈ സഹനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ അത് നന്മയിലേക്കുള്ള ഇടദൂരങ്ങളാണെന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കണം. ഇവിടെ ഇതാണ് പറയുന്നത്. കൂനിയായ സ്ത്രീക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അവൾ എല്ലാം ഉപേക്ഷിച്ചാലും ദൈവത്തിൽ അവൾ വിശ്വസിച്ചു. ശാരീരികമായ ബലഹീനതകളെല്ലാം മറന്ന് എല്ലാ ആഴ്ചയും അവൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. പ്രിയരെ, അവിടെ പ്രാർത്ഥനയ്ക്ക് അവസാനം ഉത്തരം ഉണ്ടായി. മാൻസ് എസ്റ്റിമേറ്റ് ഈസ് ഗോഡ്സ് പ്രോക്സിമിറ്റി. നിസ്സഹായതയിൽ സഹായിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്നുള്ളൊരു ബോധ്യം നമ്മളെ ഭരിക്കണം. എല്ലാ ദൈവവും എല്ലാ ഡോറുകളും ഒരുമിച്ച് അടച്ചിടത്തിൽ ഒരു വാതിലും നിനക്ക് വേണ്ടിയിട്ട് തുറന്നിരിക്കും.
നിങ്ങൾക്കറിയാം ഷേക്സ്പിയറിന്റെ നാടകത്തിലെ ലേഡി മാക്ബത്ത് എന്നൊരു ഒരു നാടകമുണ്ട്. ഷേക്സ്പിയർ നാടകത്തിൽ ലേഡി മാക്ബത്തിന് ഒരു അസുഖമുണ്ട്. എല്ലാവരും യാത്രയുടെ യാമങ്ങളിൽ സുഖനിദ്രയിലായിരിക്കുമ്പോൾ ലേഡി മാക്ബത്ത് എഴുന്നേറ്റ് നിന്ന് നടക്കും. ശാരീരിക ബലഹീനതയാണ്. സൗഖ്യദായകനായ ദൈവത്തിന് വേണ്ടിയിട്ട് അവൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ മെഡിക്കലായിട്ട് അവൾക്ക് കിട്ടുന്ന മുഴുവൻ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് പോലും അവൾക്ക് രോഗസൗഖ്യം കിട്ടിയില്ല. അവളെ ചികിത്സിച്ച ഡോക്ടറുടെ ഒരു ടെസ്റ്റിമണിയാണ് ഞാൻ ഈ പറയുന്നത്. പ്രിയരെ കേൾക്കണം. ദിസ് ഡിസീസ് ഈസ് ബിയോണ്ട് മൈ പ്രാക്ടീസ്. What she needs is divine, not the physician, not the doctor. അവൾക്ക് ഇന്ന് ആവശ്യമുള്ളത് എന്താണ്? രോഗം സൗഖ്യമാക്കുന്ന ഡോക്ടറുടെ ആവശ്യമല്ല ഉള്ളത്. അത് ശാസ്ത്രത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടപ്പോൾ she needs divine, ദൈവത്തിന്റെ സാമീപ്യം ഉണ്ടാകണം. പ്രിയരെ, ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ. പ്രിയരെ, രണ്ടാമതായിട്ട് നിസ്സഹായതയിൽ സഹായിക്കുന്ന ദൈവമാണ്. സഹനങ്ങൾ നമ്മളെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു കാലഘട്ടത്തിൽ നമ്മളെ നന്മയിലേക്ക് നയിക്കും. നിങ്ങളുടെ അപ്പകഷ്ണങ്ങൾ ഏറിയ നാൾ കഴിഞ്ഞ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പകഷ്ണങ്ങളെ എറിഞ്ഞാൽ ഏറിയ നാൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടുമെന്നൊരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. പ്രിയരെ, കുനിയായ സ്ത്രീയുടെ പ്രതിരൂപങ്ങളായിട്ടൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലരെയും കണ്ടിട്ടുണ്ട്. ഈ കൂന് മാറ്റുവാൻ തക്കവണ്ണം ആരാധനയിലൂടെ സർവശക്തനായ ദൈവം തമ്പുരാൻ കനിവ് കാണിക്കുന്ന ഒരു വ്യവസ്ഥ നമുക്കുണ്ട്. പ്രിയരെ, നമ്മുടെ കൂനുകൾ പലതരത്തിലാണ്. നമ്മുടെ കൂനില് ഒരു ദൃഷ്ടാന്തമാണ് കൂനുണ്ടവന്. ധനവാന് കൂനുണ്ടായിരുന്നു. ധനവാന്റെയും ലാസറിന്റെയും കഥ നമ്മൾക്കറിയാം. അവന്റെ മേശക്കഷ്ണങ്ങളിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നു ജീവിക്കാൻ യോഗ്യതയുണ്ടായിരുന്നിട്ട് പോലും ധനവാൻ അത് ശ്രദ്ധിച്ചില്ല. ഭൂമിയിലെ വ്യാപാരത്തിൽ ധനവാൻ ശ്രദ്ധിച്ചില്ല. സമ്പത്തും സമ്പന്നതയുമായിരുന്നു ധനവാന്റെ ലക്ഷ്യം. ധനവാന്റെ പേര് പോലും എങ്ങും പറഞ്ഞിട്ടില്ല. എന്നാൽ ദരിദ്രനായ ഒരു മനുഷ്യൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് അവന്റെ കാൽക്ക് ചുവട്ടിൽ ഇരുന്നപ്പോൾ അവൻ ലാസറെ മറന്നു. ലാസർ എന്നൊരു പേര് അവിടെ നമുക്ക് കിട്ടി. അവൻ ലാസറെ മറന്നു. ഈ ഉപമയിലൂടെ എന്താണ് നമ്മൾ പഠിക്കുന്നത്? പ്രിയരെ, സമസൃഷ്ടി സ്നേഹമുണ്ടാകും. പക്ഷെ അതില് ധനവാൻ മേലോട്ട് നോക്കുന്ന ഒരു സംഭവമുണ്ട്. കുനിയായ സ്ത്രീ മേലോട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ ധനവാൻ മേളിലോട്ട് നോക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്താണ് അനുഭവം എന്ന് പറയുന്നത്? മരിച്ച് അവൻ നരകത്തിൽ ചെന്നപ്പോൾ അവൻ അഭയയാചനയ്ക്ക് വേണ്ടിയിട്ട് അവൻ മേളിലോട്ട് നോക്കുകയാണ്. ഇതായിരിക്കും നമ്മളും പ്രശ്നങ്ങളും പ്രതിസന്ധിയിലും സഹോദരനെ മറന്നാൽ അഭയയാചനയ്ക്ക് വേണ്ടിയിട്ട് നാം മേളിലോട്ട് നോക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമെന്നൊരു ബോധ്യപ്പെടുത്തലാണ് ഈ ഭാഗത്ത് നമുക്കുള്ളത്. പ്രിയരെ, ഈ ഭൂമിയിൽ ചെയ്യാവുന്ന നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ധനവാൻ ഈ ദുർഗതി ഉണ്ടാകില്ല. അത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഇത് തന്നെയാണ്. നിന്റെ സഹോദരനെ ചേർത്ത് നിർത്തുക. അതിന് സർവശക്തനായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. അല്പമായ സമയം എടുത്തതിൽ ക്ഷമിക്കുക. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആരാധനയിൽ എല്ലാം നാം ദിവ്യമായി പങ്കെടുക്കണം. നീതിമാന്മാരെ തേടിയല്ല ഞാൻ വന്നത്, പാപികളെയും രോഗികളെയും തേടിയാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയിൽ. ഈ കാര്യങ്ങൾ നാം ഓർക്കണം. നമ്മുടെ ആരാധനയിൽ എല്ലാ കെട്ടുകളും അഴിയത്തക്ക പോലെ ആരാധന ക്രമീകരിച്ചിരിക്കുകയാണ്. പ്രിയരെ, അവസാനമായിട്ടോ ഒരു സങ്കീർത്തന ഭാഗം കൂടെ വായിച്ചിട്ട് ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. സങ്കീർത്തനം 38-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മീതെ വന്നിരിക്കുന്നു. ഭാരമുള്ള ചുമട് പോലെ അവ എനിക്ക് ഘനമായി തോന്നുന്നു. ഞാൻ കുനിഞ്ഞും ഏറ്റവും കൂനിയും ഇരിക്കുന്നു. സങ്കീർത്തന ഭാഗം പറയുകയാണ്. പ്രിയരെ, ഈ അനുഭവത്തിൽ നമ്മുടെ കൂനികളെ നിവർത്തുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം ഈ നോമ്പുകാലം നമ്മുടെ പാപത്തിൻ്റെ കൂനികളെ മാറ്റുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ഒരവസരം തന്ന ബഹുമാനപ്പെട്ട പ്രിൻസ് അച്ഛനോടുള്ള ഇടവക ട്രസ്റ്റി സെക്രട്ടറി, ഇടവക മാനേജിംഗ് കമ്മിറ്റിയോടുള്ള പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കട്ടെ. പ്രാർത്ഥന യോഗത്തിൻ്റെ എളിയ പ്രതിനിധി എന്ന നിലയിൽ ഭദ്രാസനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. അതുപോലെ തന്നെ പ്രിൻസ് അച്ഛന് അരമനപ്പള്ളിയുടെ വികാരിയായിരിക്കുന്നതിലുപരിയായിട്ട് ഈ ഇടവക ഭദ്രാസന സഭ സംവിധാനങ്ങളിലൊക്കെ കൂടുതൽ പ്രശോഭിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷമയോട് കേട്ട നിങ്ങൾക്കുള്ള ഹൃദയത്തിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.
ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേ ലൂയ്യ ഹാലേ ലൂയ്യ. നിന്നഭിഷിക്ത മുഖം തിരുപ്പിക്കല്ലേ നിന്ദാസൻ ദാവീദിൻ മൂലം. പുത്രന്മാർ കാത്തിടുമെങ്കിൽ നിയമത്തെ ഞാനുപദേശിച്ചിടുമേ സാക്ഷിയും പാലിക്കുമോ. ബോല ബറുവൽ റൂഹോ കാദീശോ യോടു ശുദ്ധ്യാബസ്കുദിശ ദ്വാരങ്ങൾ വാനവരത്തു വസിക്കേണം സൗമകാലസ്കുരിയരായി സൗമലമൻ ബഹായിൽ കത്രോ സ്നേഹാശുശ്രൂഷിച്ചോര വൈദികരെ പെഞ്ചലും നീരമാറി ബാരക്കുമോ. ബോല ബറുവൽ റൂഹോ കാദീശോ ദൈവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഓലം വാദാമിന ഓലം വൽ മീനാമീൻ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേനി ജീവസ്വരമതുണർത്തണമേ കബറിനു ധ്യാനത്തേനായി ഗാത്രത്തെ ഭക്ഷിച്ചും നേൻ വിലയേറും രക്തകാസ പാനം ചെയ്തോ നാശം നീക്കി ജീവിപ്പിച്ച് അണിയണം നിന്നെ നോക്കും ജീവിപ്പിപ്പ നെഴുന്നെള്ളം രാജാ നയവാൻവാട്ടം മുൻകൊമ്പിൽ നാദം വീട്ടിട്ട് അങ്കിയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു മരുമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈ കൊണ്ടീടേണം. നമ്മുടെ ദൈവമായ മിശിഹാതമ്പുരാന്റെ തിരുശരീര രക്തങ്ങളാവുന്ന പാപപരിഹാരപ്രദമായി തീകെട്ടാം രണ്ട് ലോകങ്ങളിലും നിത്യമായി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും വേണ്ടിയും സത്യവിശ്വാസികൾക്ക് നൽകപ്പെടുന്നു. രക്ഷകനോര ചെയ്ത
ബാറയ്ക്കുമോർ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുമെന്നും അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും പുണ്യവും പരിശുദ്ധവുമായ നിന്റെ തിരുവായി അരുളി ചെയ്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. എൻ്റെ കർത്താവേ, ഞാൻ നിന്റെ പരിശുദ്ധ ശരീരം ഭക്ഷിക്കുകയും പുണ്യപ്രദമായ നിന്റെ രക്തം കുടിക്കുകയും ചെയ്തിരിക്കുന്നു. അത് എനിക്ക് ന്യായവിധിക്കോ പ്രതികാരത്തിനോ ശിക്ഷയ്ക്കോ കുറ്റാരോപണത്തിനായി തീരാതെ എൻ്റെ കർത്താവും എന്നേക്കും എൻ്റെ ദൈവമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള അനുഗ്രഹിക്കപ്പെട്ട പുനരുത്ഥാനത്തിനും നിന്റെ ഭയങ്കര സിംഹാസനത്തിനും ഭാഗ്യമുള്ള മുഖപ്രസന്നതയ്ക്കുമായി തീരണമേ. ആമീൻ. ഗാത്രം ഭക്ഷണമാ രുധിരം കാസായ അവരെ കൊള്ളുവോനിൽ വാസം ചെയ്യും ആത്മാവിനു മുക്തി നേടാൻ പുണ്യമേഴും രക്തശരീരങ്ങൾ ദേശകനെ നൽകാം. താവകഗാത്രത്താ പരിഹാരം നേടി നിശ്ചയമായി ജീവൻ പ്രാപിക്കും ഞങ്ങൾ. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതുമൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. വട്ടസിച്ച് പറയണം. പിതാപുത്രനും പരിശുദ്ധനുമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു. ആദ്യം മുതൽ തലമുറ തലമുറകളിൽ തനിക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി വരുവാനിരിക്കുന്നവനുമായ ദൈവപുത്ര, പാപപരിഹാരം നൽകുന്ന നിന്റെ ബലിപീഠത്തിൽ നിന്നും നിന്റെ ദാസർക്ക് പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ തിരുമുമ്പാകെയുള്ള മൂപ്രശ്നയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ച് നോക്കി പാർക്കുന്ന ഈ നിന്റെ ആരാധകരുടെ മേൽ നിന്റെ അദൃശ്യമായി വലത്ത് നീട്ടി അനുഗ്രഹിക്കണമേ.
വലിയവനും നമ്മുടെ രക്ഷകനുമാവുന്ന യേശുമിശിയാവുന്ന ദൈവത്തിന്റെ കൃപകളും കരുണകളും ഈ വിശുദ്ധതകൾ വായിക്കുന്നവരുടെ മേലും ഇത് നൽകുന്നവരുടെ മേലും ഇത് അനുഭവിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് ഇതിൽ സംബന്ധിക്കുന്നവരും സംബന്ധിക്കാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകണമേ. ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലും നമ്മുടെ വാങ്ങിപ്പോരുടെ മേലും രണ്ട് ലോകങ്ങളിലും എന്നു എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തൻ മാതാവേ ഉന്നതിയും മഹിമാ മോദിസദേമാക്കും ഞങ്ങളുടെ ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ തിരുശരീരവും ഞങ്ങൾ പാനം ചെയ്തുവെന്ന് പുണ്യമുണ്ടാക്കുന്ന നിന്റെ തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കോ പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനെ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശരണം നീ മൃദർത്തം ഉയർവും നീ തന്നെ. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതന്റായ തിരുശരീര രക്തങ്ങളാവുന്ന ഈ ദിവ്യദാനത്തിനും അയോഗ്യരായിരുന്ന ഞങ്ങളെ നീ യോഗ്യരാക്കി തീർത്തതിനാൽ നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും നിന്റെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഓശോ വബുകൂല സുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട് വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിനുമുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ ദൈവമായ യേശുമിശിഹ, നിന്നെയും നിന്റെ പിതാവിന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും തിരുവിഷ്ടപ്രകാരം ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയായി അർപ്പിക്കപ്പെടുകയും നിന്റെ വിശുദ്ധ ശരീരം ഞങ്ങൾക്ക് ഭക്ഷണമായും പാപപരിഹാരപ്രദമായ രക്തം പാനീയമായി നൽകുകയും ചെയ്തു. നിന്റെ സ്നേഹത്താൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. നിന്നോടുള്ള ഭയഭക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ. നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിൽ സ്ഥാപിക്കണമേ.
സുഹൃത നടപടികളാൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഞങ്ങൾക്കും ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപമോചനം നൽകണമേ. ഞങ്ങൾ നിരന്തരം നിന്നെയും നിന്റെ ജനകനായ പിതാവാം ദൈവത്തെയും നിന്റെ വിശുദ്ധ റൂഹായെയും ഇടവിടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലൗന്മേ. രോഗം താനുവീനുക്കൂനും ക്ഷീണവുമുളവാക്കുമ്പോൾ പാപവ്യാധികളാത്മാവിനും കൂനുണ്ടാക്കും. കൂനനു മുകളിൽ ദൃഷ്ടി പതിപ്പാൻ പാടാണതുപോൽ കൂനുമെഴുമാത്മാവിനും പരനെ കാണാൻ വിഷമോ. സംഘാലയമതിൽ വാനവൈദ്യൻ സാദരമേറി കണ്ടാൻ കൂനിയെ നാഥൻ സൂക്ഷിച്ചുയലും കണ്ണാൽ യാചന കൂടാതമ്പാലവളുടെ കുനു നിവർത്തി. അതുപോലെങ്ങടെ പാപക്കൂനും പോക്കുക പരനേ. യാചിക്കും പുണ്യം നൽകിയും സെലൂൻ ബെസ്ലോമോ ആഹായി നബിബായ് എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോടും യാത്രാഭക്ഷണത്തോടും കൂടെ പരിശുദ്ധവും മഹനീയവുമാവുന്ന വിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്താലെ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും ജീവനുള്ളവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിജയസ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസായുടെ റൂഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ ദൃത്വം നമ്മുടെ കടങ്ങളെ ക്ഷമിക്കും, തെറ്റുകളെ പോക്കും, വിശ്വാസികളായ നമ്മുടെ വാങ്ങിപ്പോയവരെ താൻ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാവുന്ന ദാസനാവുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായവും കരുണയും പ്രാപിപ്പാനായിട്ട് തന്നെ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് തൃപ്തരായി സമാധാനത്താലെ പോകുവിൻ. എന്നേക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.